ഇപ്പൊ ഓക്കെ അല്ലോ അച്ഛേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്താ പെട്ടെന്ന് തലയിറങ്ങിയേ? എനിക്കറിയത്തില്ല. അതെങ്ങനെ? മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണേ. പിന്നെ 4 നേരവും ഞാൻ വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഇത് ഭക്ഷണം കഴിച്ച് കൂടിപ്പോയിട്ട് തലയിറങ്ങിയതാണോ എന്നാ ഡൗട്ട്. പിന്നെ അല്ല, പറയാൻ പറ്റത്തില്ല. ഞാൻ നിഷാനെ വിളിച്ചിട്ടുണ്ട്. അവൻ വരുമ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തിനാ പോയി ചുമ്മാ അവനെ വിളിച്ചത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലാത്തോണ്ടായിരിക്കില്ല കുറച്ചു നേരം മുന്നേ അവിടെ മരുന്നടിച്ച് വീണത്. അവനിനി വർക്കൊക്കെ പെൻഡിങ് വന്ന് എന്ത് ചെയ്യും? അത് അവൻ 1 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് ചെയ്തോളൂ. എന്നാലും ചുമ്മാ അവനെ വിളിച്ചു വരുത്തണ്ടായിരുന്നു. കൊച്ചേ, എനിക്കൊരു കാര്യം തോന്നണം. എന്തേ? അത് കൊച്ചു പ്രഗ്നന്റ് ആണോ? ഒന്നടിച്ച് പൊക്ക പെണ്ണൊന്ന്. കടയ്ക്ക് നാണം വന്നല്ലേ? ഈ പെണ്ണിനെ കൊണ്ട് തോറ്റ്. സച്ചേട്ടാ, ഓടി വാതെ ആരൊന്നു. എന്നാ അച്ഛ പറഞ്ഞേ? എന്താ ഇതെന്താ നിന്ന് കാണിക്കണേ? ഏട്ടത്തി പ്രഗ്നന്റ് ആണ്. ശരിക്കും? ഞാൻ അപ്പോഴേ പറഞ്ഞാലേ കൊച്ചു ഞാൻ ആരാണേ? അയ്യോ, അങ്ങനെ ചോദിച്ചാ അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ആരാണ്ടൊക്കെ ആവാൻ പോവാണീ. ഏട്ടത്തി നിങ്ങളതിനെ എവിടെ നിന്നിങ്ങനെ പിടിച്ചോണ്ട് വന്നാണോ? അല്ല, സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു. ഒന്ന് നിർത്തടി. ഞാൻ ഇനിയും കളിക്കും. നിർത്താൻ പറയാൻ നീ ആരാ? ഏട്ടത്തി ഇങ്ങ വന്നാ ഇവിടെ നിൽക്കണം, സേഫ് അല്ല. കിച്ചു, സച്ചു ഏട്ടൻ എന്തി? പറഞ്ഞോളൂ, ഏട്ടൻ എന്തി? ഏട്ടാ, ഏട്ടാ, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? ഏട്ടാ എന്ന്? അതല്ലടാ, അതിനു മുന്നേ എന്തുള്ള ഡാൻസ് നിർത്താൻ പറഞ്ഞേ? ഇതൊന്നല്ല, നീ കേറി വന്നപ്പോ എന്തോ പറഞ്ഞില്ലേ? ഏട്ടത്തി പ്രഗ്നന്റ് ആണെന്ന്. ശരിക്കും? എന്താടാ? ഏടാന്നോ? അല്ല, ഞാൻ നിന്നെ അച്ഛാന്ന് വിളിക്കാം. നീ എവിടെ പോവാ? കുളിക്കാൻ എന്തിവനുണ്ടോ? എന്നാ പൊക്കോ. ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എണീച്ച് പോരി. അതിനാരാ ഇവിടെ നിക്കണേ? ഞാൻ പോണു. പോ. അതെ, ഇന്നൊന്ന് വീട് വരെ പോയാലോ? എനിക്കിന്ന് വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ? എന്ത് വർക്കാ ഉള്ളേ? അത് കുറച്ച് പെൻഡിങ് വർക്കാ. ഓക്കെ. ഹായ്, നക്ഷത്ര ഇല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം, വായിരിക്ക്. ആരാട്ടാ വന്ന്? നിങ്ങളുടെ കോളേജിൽ പഠിക്കണ മറ്റേ പ്രണവില്ലേ? അവനെന്തിനാ ഇപ്പൊ വന്നേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ, നീ താഴോട്ടേ ഇല്ലേ, ഞാനിപ്പോ വരാം. കുഞ്ഞേ. എന്താ? വേഗം താഴ്ത്തിട്ട് പോയോ, അതേ പ്രണവ് വന്നിട്ടുണ്ട്. അവനെന്തിനാ ഇപ്പൊ വന്നേ? എനിക്കറിയില്ല, കാര്യമൊന്നും പറഞ്ഞില്ല, നീ വേഗം താഴ്ത്തിട്ട് വാ. അതെ, നിങ്ങളെവിടെ പോവാ? അല്ല, വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ എല്ലാരും വേണ്ടേ അവിടെ? അയ്യോ, അത് കുഴപ്പമില്ല. തനിക്ക് ഭയങ്കര പണിയുള്ളതല്ലേ അവിടെ ഇരുന്ന് ചെയ്തോ. അത് ശരിയാ, എന്നാ ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. ഒരാവശ്യമില്ലായിരുന്നു, വെറുതെ പോയി വെയിറ്റ് ഇട്ടല്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്താ പ്രണവ് വന്നേ? ഞാൻ ചുമ്മാ നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോ എന്ന് ഓർത്തു. ഞാൻ വെള്ളം കുടിക്കാൻ വന്നേ. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. നക്ഷു ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയാലോ? പൊന്നെ, നമുക്കിന്ന് ഇവിടെ നിന്റെ വീട്ടിൽ പോകണ്ടേ? ഇപ്പൊ പുറത്തോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ ഇവളുടെ വീട്ടിൽ പോകാനിരിക്കുവായിരുന്നു. ആണോ? എന്നാ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ. ഞാനാണെങ്കിൽ നക്ഷുവിന്റെ പാരൻസിനെ ഒന്നും കണ്ടിട്ടില്ല. പാർവതിയും വേണോ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, അതാനും വന്നേ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പോയിട്ട് പോയോ? ഏട്ടത്തി എന്നാടാ? പ്രണവ്, അവർ പോയിട്ട് വരട്ടെ, നമുക്ക് പിന്നെ ഒരു ദിവസം എല്ലാവർക്കും കൂടി പോവാം. എന്നാൽ അവരവിടെ നിൽക്കുക, അപ്പോൾ പിന്നെ പ്രണവ് തന്നെ വരണ്ടേ? അയ്യോ, അപ്പം നക്ഷു നാളെ ക്ലാസ്സിൽ വരില്ലേ? ഞാൻ വരും. അപ്പം താനങ്ങനെ സ്റ്റേ ചെയ്യും. എന്നൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പിന്നെ പോവാം, നമുക്കിന്ന് എല്ലാവർക്കും കൂടി പുറത്തു പോവാം. പിന്നെ പാറുവും വന്നം കേട്ടോ. അവനിപ്പോൾ പാറു എന്നൊക്കെ വിളിച്ചു തുടങ്ങിയ. ഞാൻ വന്നില്ല. പാറു ഇല്ലെങ്കിൽ ഞാൻ പോയില്ല കേട്ടോ.
അവളില്ലെങ്കിൽ അവൻ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങില്ല എന്ന് തോന്നണു. ഇതൊക്കെ എന്നോട് പറയണ നേരത്തെ അവനോട് പോയി പറഞ്ഞുകൂടെ? ആ പ്രണവ്, അവൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പാടില്ല ഇപ്പോൾ. അയ്യോ എന്താ? അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം ദൂരം ഒന്നും ട്രാവൽ ചെയ്യണ്ടെന്ന്. ഓ ആണോ? കൺഗ്രാറ്റ്സ് ഡിയർ. എന്നാ നമുക്ക് പോയാലോ? നക്ഷു ചേട്ടാ, നിങ്ങൾ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാ. അതെ പറ. താൻ എപ്പോഴാണോ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞത്? ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. നീ ഇപ്പം അവൻ്റെ കൂടെ പോകത്തില്ലായിരുന്നോ? ഇപ്പൊ വരാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പം അവൻ പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ? അല്ല, അവൻ എൻ്റെ കൂടെ വന്ന് തനിക്കെന്താണ്? നിന്നെ കിട്ടിയത് ഞാനാണ്, അല്ലാതെ അവനല്ല. സോ നീ ഇപ്പം റെഡി ആവാനല്ലേ ഇങ്ങോട്ട് വന്നേ? പോയി റെഡി ആയിക്കേ. അതൊക്കെ റെഡിയാ. പിന്നെ അടുത്ത ഞായറാഴ്ച എന്നെ കൊണ്ടുപോകും വീട്ടില്. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടാവും. അതെ. വർക്കൊന്നും ഉണ്ടാവില്ല. എൻ്റെ പൊന്നിനെ ഞാൻ കൊണ്ടുപോകും. ആരാടോ തന്റെ പൊന്ന്? ഓ, അതൊരു ഫ്ലോയിൽ വന്നാ. നീ പോയി ഒരുങ്ങാൻ നോക്ക്. അപ്പൊ താനാരോ പൊന്നേന്ന് വിളിക്കുന്നുണ്ട്. അത് ഇടക്കിടക്ക് ഇങ്ങനെ കേറി വരുന്നത്. അത് ആടി വഴി കൂടെ പോണ പെമ്പിള്ളേരല്ല ഞാൻ പൊന്നെ പൊന്നാന്ന് വിളിച്ചോണ്ട് കിടക്കണേ. അതെനിക്ക് മനസ്സിലായി. ഓ, ഈ പെണ്ണിനെ കൊണ്ട് എൻ്റെ പൊന്നു പെണ്ണൊന്ന് പോയി ഒരുങ്ങാവോ? ഓ, ആ വിളിയൊക്കെ രസമുണ്ട്. ഈ ഡോക്ടർ എപ്പോഴാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്? അത് ഡോക്ടറിനെ ഫോൺ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ എന്നെ നോക്കണേന്നൊന്ന് പറയാവോ? അത് ഡോക്ടർ. അതെ, ഡോക്ടർ തന്നെയാ നോക്കുന്നത്. ഞാനിപ്പോഴൊരു കാര്യം ഓർത്ത്. ഞാൻ നിന്നെ നോക്കണ ഡോക്ടറിനെ അല്ല വിളിച്ചത്, വേറെ ഒരു ഡോക്ടറിനെ. എവിടെ പോവാടി? അയ്യ, എന്നെ വിട്ടേ, ഞാൻ പോട്ടെ. ഓ ശരി, നിന്നെ വിട്ടു. പക്ഷെ എനിക്ക് എൻ്റെ കൊച്ചിനോട് സംസാരിക്കണം. അച്ഛയുടെ പൊന്നേ. പിന്നെ കൊച്ചിപ്പോൾ വയറും വിളിച്ചു വന്ന് വർത്താനം പറയാം. മാറങ്ങോട്. നീ എന്ത് പാടി ഇങ്ങനെ? എന്തിയെ, ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ പൊന്നെ. ഞാൻ താഴോട്ട് പോവാ, വരണ്ടേല് വാ. ഏട്ടത്തി ഒന്നും വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാടാ പറ. ഓക്കെ, പോയിട്ട് വാ. പോവാം. വാ പോവാ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ. എനിക്കെന്തേലും മതി. എനിക്കെന്തേലും മതി. ഹലോ, ഏട്ടത്തി പറഞ്ഞോ. അയ്യോ, എന്താ പറ്റി? ഞങ്ങളിപ്പോ വരാം. അയ്യോ, എന്നാ പറ്റിയേ? അത് ഏട്ടത്തിക്ക്. എന്താ പറ്റി പറയേ? നീ വേഗം വാ, നമുക്ക് വേഗം പോണം. എന്നാ നിങ്ങൾ ചെല്ല്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചോളാം. താൻ ടെൻഷൻ എടുപ്പിക്കാൻ കാര്യം പറ. എടി നീ ഇപ്പൊ വേഗം നടക്കൊന്ന്. എടോ, തന്നെ ആരാ വിളിച്ചേ? ഏട്ടത്തിയുടെ ഫോണിൽ നിന്ന് ഏട്ടനെ വിളിച്ചേ. എന്നിട്ട് എന്താ പറഞ്ഞ? അവള് തലയിറങ്ങി വീണോ? എടി നീ വായ നടച്ചു വെച്ചാൽ ഞാൻ ഡ്രൈവ് ചെയ്യണം, നിനക്ക് കാണാൻ പാടില്ലേ? അയ്യോ, കൊച്ചു എന്നാ പറ്റിയേ?